വിവാഹത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ സമാധാനത്തിൽ കടന്നുറങ്ങുക? അതെ. ഇപ്പൊ ലിവിങ് ടുഗദർ ആകട്ടെ, ഇനി അല്ലാത്ത ടുഗദറുകളാകട്ടെ, എങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്തൃ ജീവിതം, അതായത് ഒരു ആണും പെണ്ണും ഒരു ലൈംഗിക ജീവിതം തന്നെ മലയാളം പറയട്ടെ, എങ്ങനെയാണ് സമാധാനത്തിൽ അവർ കഴിയുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളില്ല. ഇപ്പോൾ പണ്ടൊക്കെയാണെന്ന് പറയാൻ ഒരുപാട് ഡിമാൻഡുകളായിരുന്നു. നല്ല പഠിച്ച കുട്ടി വേണം, അതേപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികൾ വേണം. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു ഡിമാൻഡ് പോലും ഇല്ലെങ്കിലും പല ഉമ്മമാരും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മോന് കല്യാണം നോക്കുന്നുണ്ട്, നമുക്ക് വലിയ ഡിമാൻഡുകളൊന്നുമില്ല, നല്ല കുട്ടികളുണ്ടെങ്കിൽ പറയുകൊണ്ടിട്ടോന്ന്. പക്ഷേ പെൺകുട്ടികളെ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇതിന്ന് എല്ലാവരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് സൈനബ ഷറഫിയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചർ, എന്തൊക്കെ വർത്തമാനങ്ങൾ? നല്ല വർത്താനം. ഇപ്പോൾ നമുക്കറിയാം നമ്മളെ നാട്ടിൽ ഇന്നത്തെ അവസ്ഥ, നമ്മളെ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ വിവാഹം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ തീരെ വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. ഇതിന് പല കാരണങ്ങളുണ്ടല്ലേ? എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? കാരണം മോളെ, ഒന്നാമത്തെ തന്നെ ഒരു മാതൃകാപരമായ കുടുംബം നാട്ടിലേ ഇല്ല. ഈ കുട്ടി വളരുന്ന വീട്ടിൽ വാപ്പിയമ്മയും തന്നെ സദാസമയം വഴക്കും വെക്കണം, ഒന്നത്. രണ്ടാമത് ആ കുട്ടിൻ്റെ ജ്യേഷ്ഠത്തിനെ ഒക്കെ കല്യാണം കഴിച്ച വീടുണ്ടല്ലോ, ആ കല്യാണം കഴിച്ച വീട്ടിൽ അവിടുത്തെ പിന്നെ കല്യാണം കഴിച്ച ആളുണ്ടല്ലോ, ഈ കുട്ടി അളിയാക്കിയ ഞങ്ങളിവിടെ പറയാം, അല്ല ഇക്കാന്നൊക്കെ. അപ്പോൾ ആ ജ്യേഷ്ഠത്തിലെ ഭർത്താവിൻ്റെ ഒരു പീഡനം ഈ കുട്ടി അറിയുന്നുണ്ട്. ഈ ജ്യേഷ്ഠത്തിലെ കണ്ണീരും കരച്ചിലും അതിന്റെ പ്രശ്നങ്ങൾ പോരാത്തത് അവിടുത്തെ ഒരു അമ്മായിമ്മയും. നമ്മളൊക്കെ, ഞാനൊക്കെ അമ്മായിമ്മ കേട്ടോ, പോരാത്ത അവിടുത്തെ ഒരു അമ്മായിമ്മയും, അവിടെയുള്ള ആ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, അവൻ്റെ പെങ്ങന്മാരുടെ പ്രശ്നങ്ങൾ, അവിടെ ഒരു പക്ഷേങ്കിൽ ആ ചെക്കന് വല്യമ്മയും വല്യപ്പയും ഉണ്ടെങ്കിൽ ഓല വകയും കൂടിയും, ഇതൊക്കെ പാടെ ഈ കുട്ടീൻ്റെ ജ്യേഷ്ഠത്തി തന്നെ ആ വീട്ടിൽ അനുഭവിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ കുട്ടികളെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ കുട്ടികൾ കെട്ടിക്കാൻ സമ്മതിക്കണില്ല. കാരണം കുട്ടികൾ കാണുകയാണ് ഇതൊക്കെ. സ്വന്തം വീട്ടിലെ വാപ്പ ഒന്ന് ഓർത്ത് നോക്ക്, സ്വന്തം വീട്ടിലെ വാപ്പി ഉമ്മയും ഒരു മാതൃകയല്ല. ഞാൻ എനിക്ക് എണ്ണി പറഞ്ഞുതരാം. ഒന്നീ വാപ്പി ഉമ്മയും അവർ തമ്മിൽ തന്നെ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. വിവാഹം കഴിക്കണതൊക്കെ എന്തിനാ? സന്തോഷത്തോടുകൂടെ കഴിയാനല്ലേ. ഈ കുട്ടിയുടെ വാപ്പിയമ്മക്കും തന്നെ പരസ്പരം യാതൊരു മിണ്ടാട്ടല്ല. അവർ വാപ്പ വരുന്നു, വാപ്പാക്ക് ഭക്ഷണം മേശമുണ്ടാവും, ആ മേശമെന്ന് ആ വാപ്പ ഭക്ഷണം കഴിക്കുന്നു, യാതൊരു അക്ഷരവും ഉണ്ടാതെ മൂപ്പര് ഇറങ്ങിപ്പോണു. കുട്ടിയുടെ അമ്മയും അങ്ങനെ തന്നെ. ഇവർ തമ്മിൽ ഒരുപക്ഷെ രണ്ട് റൂമിലായിരിക്കും കിടക്കുക. അതും കൂടി ആ വീട്ടിൽ കാണുന്നുണ്ടാവും. പിന്നെ മാത്രമല്ല, ഇവർക്കിപ്പോൾ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് പറയുക, മൊബൈലാണ്. എല്ലാവരും മൊബൈലിൻ്റെ പിന്നാലെ, വയസ്സായ ആളും ചെറിയ ആളും. നമ്മൾ മൊബൈലിൽ എല്ലാവരും കുറ്റം പറയല് ചെറിയ ചെറിയ കുട്ടികളെ, യുവാക്കളല്ലേ. അത് തെറ്റാട്ടോ. ഇന്ന് യുവാക്കളെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് വാർദ്ധക്യത്തിലെത്തിയ ഒരു 60 വയസ്സ് കഴിഞ്ഞ വാപ്പിമ്മയും തന്നെയാണ് കാര്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കണം. ആവശ്യത്തിന് ഉപയോഗിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. സർവ്വസാധാരണമായിട്ട് ഭാര്യനെ കണ്ട് സംസാരിക്കേണ്ട നേരം കൂടി ഇയാള് ഫോണിലാണ്. ഭാര്യയും തന്നെ ഭർത്താവിനെ കണ്ട് സംസാരിക്കേണ്ട നേരം കൂടി, കാരണം ഇയാളൊന്നും മിണ്ടില്ല, അപ്പൊ ഇവരും മിണ്ടാൻ പോണില്ല. ഈ കുട്ടി കാണുന്നത്, വിവാഹം ചെയ്തിട്ടാണല്ലോ കുട്ടി ഉണ്ടായിക്കണത്, ഈ വാപ്പിയമ്മ ഇങ്ങനെ. പിന്നെ മാത്രമല്ല, ഉമ്മക്കും ബാപ്പക്കും ഉണ്ടാകേണ്ടുന്ന കുറേ സ്നേഹങ്ങളുണ്ടല്ലോ. നമ്മളെ മക്കളോടുള്ള സംസാരം, മക്കളെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതിനുവേണ്ടി രാത്രി ഒരു നേരെങ്കിലും ഉമ്മയും ബാപ്പയും കുട്ടികളിരുന്ന് കണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇന്ന് കഴിക്കണില്ല. കാരണം അതിനൊന്നും ആളില്ല, അതിനൊന്നും സമയമില്ല. ഇനി ഈ രക്ഷിതാക്കളത്ത് വലിയൊരു തെറ്റുണ്ട്. ഈ കുട്ടികൾ എവിടെ പോണു, കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് രക്ഷിതാക്കളും അന്വേഷിക്കണില്ല. അവരവരെ വഴി, കുട്ടികളെ. അതിന് വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ അനിയത്തി പഠിക്കുന്ന സ്കൂളിൽ തന്നെ, അല്ലെങ്കിൽ അനിയത്തിൻ്റെ ഒരു കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണ്. അവിടുത്തെ ഒരു കുട്ടി +1 പഠിക്കുന്ന ഒരു കുട്ടി ഗർഭിണിയായിട്ടുണ്ട്. 9 മാസമായിട്ടാണ് വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, സ്കൂളിലുള്ള ആളുകളാണ് അറിഞ്ഞത്. അപ്പോൾ അനിയത്തിൻ്റെ കൂട്ടുകാരികൾ വന്ന് പറഞ്ഞപ്പോൾ ഇവള് വീട്ടിൽ വന്ന് പറഞ്ഞതാ. അപ്പോൾ വീട്ടിലെ രക്ഷിതാക്കൾ പോലും സ്വന്തം മോള് ഗർഭിണി ആയതുപോലെ അറിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ രണ്ടാളും അങ്ങനത്തെ ഒരു വീട്ടിലത്തെ കാര്യം അറിയണേയില്ല. ഒരു യന്ത്രം കണക്കെ ഭക്ഷണം ഉണ്ടാക്കണു, കഴിക്കണു, അവർ രാത്രിയായ ഉറങ്ങണു എന്ന് മാത്രം. ഒരു കുടുംബത്തിന്റെ വ്യവസ്ഥ ഇല്ല. കുടുംബത്തിന്റെ, അതായത് ഒരു മാതൃകാപരമായ ഒരു കുടുംബം ഈ കുട്ടി കാണില്ല. കുട്ടി അപ്പോൾ കുട്ടികളെ മനസ്സിലാക്കണം എന്തായാലും, ഉമ്മയും ബാപ്പിയും തന്നെ എങ്ങനെയാണ്, ഇങ്ങനെ ഉമ്മയും ബാപ്പി ആകാനല്ല പിന്നെ കല്യാണം കഴിക്കുന്നത്. എന്തിനാ ഈ മാറാപ്പിന് പോണെന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. ഇതൊരു സത്യമല്ലേ? സത്യമാണ്. അതാ കുട്ടികൾ ഒന്നാമത്തെ കാര്യം, കുട്ടികൾ അതാണ്. മാതൃകാപരമായ ഒരു കുടുംബം നമുക്ക് കാണാനില്ല. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ, ഈ പിന്നെ ഇനി അഥവാ കല്യാണം കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അതിന്റെ ജ്യേഷ്ഠനെ കെട്ടിച്ച വീട്, ആ വീട്ടിൽ ഇപ്പൊ ആ ഭർത്താവിന്റെ അധികാരമാണ്. ഈ പെൺകുട്ടിക്ക് വീട്ടിലേക്കൊന്ന് പോരണമെങ്കിൽ, വീട്ടിലൊന്ന് വിവരം അന്വേഷിക്കണമെങ്കിൽ ഇയാളെ പെർമിഷൻ കിട്ടണം. മാത്രമല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒന്ന് ചോദിക്കാൻ ഇയാളില്ല എങ്കിൽ ഉമ്മാനോടും ബാപ്പാനോടും ചോദിച്ചാൽ തന്നെ അവൻ വരട്ടെ, അവനോട് ചോദിച്ചിട്ട് പോകാം എന്ന് പറയണ ഒന്ന്.
ഫോൺ വിളിക്കാൻ പോലും സമ്മതിക്കാത്ത പല വീടുകളുണ്ട്. അത് എത്ര വീടാന്നറിയോ? സ്വന്തം വീടുകൾക്ക് സ്വന്തം ഉമ്മാനും ഉപ്പാനും ഒന്നും ഫോൺ വിളിക്കാൻ സമ്മതിക്കൂല. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് ഉമ്മാനും ഉപ്പാനെ കാണാൻ സമ്മതിക്കാത്ത പല വീടുകളും ഇന്ന് നമ്മളെ ചുറ്റുപാടുണ്ട്. എത്രയോ ഉണ്ട്, എത്രയോ പറയാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങള്. അതേപോലെ തന്നെ സമ്പത്തിന്റെ, അതായത് പെൺകുട്ടി കല്യാണം കഴിക്കാൻ നോക്കുന്ന സമയത്ത് സ്വത്തൊന്നും വേണ്ട എന്നൊക്കെ വലിയ ഇതിൽ പറയും. സ്വർണ്ണൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ കാര്യത്തോടെ എടുക്കുന്ന സമയത്ത് ഓളോടൊന്നും കൊടുത്തിട്ടില്ല, അവൾക്കൊന്നും സ്വർണ്ണൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് അനുഭവിക്കുന്ന പല കേസുകളും. തീർച്ചയായിട്ടും അങ്ങനെ ഡൈവേഴ്സായി വന്നിരിക്കുന്ന കുട്ടികളുണ്ടേ. അതും ഇങ്ങനത്തെ പെൺകുട്ടികൾ കാണല്ലേ. തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ വിചാരിച്ചോ, ഇപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയ ഒരു കുട്ടിയാണെങ്കിൽ അതിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഡൈവേഴ്സായ കുട്ടിയുടെ കൂടെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉമ്മീ ബാപ്പിയും ഡൈവേഴ്സായത് കാണുന്നുണ്ട്. വയസ്സായ ഉമ്മീ ബാപ്പി ഇപ്പോൾ ഡൈവേഴ്സാകുന്നുണ്ട്. അങ്ങനത്തെ സംഭവം അറിയോ? ഇതൊക്കെ ഈ വയസ്സായിട്ടും ഡൈവേഴ്സാകുക. കാരണം അപ്പോഴാണ് അവർക്ക് തീരാൻ വെച്ചേക്കണത്. ആ സമയത്ത് ഡൈവേഴ്സായി. എന്തിൻ്റെ പേരിലാണത്? അവർ തമ്മിലുള്ള ഈ സ്നേഹവും ഈ ഇത് ഒരു ഭാര്യ ഭർത്താവ് നിലയിൽ ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ഭാര്യ ഭർത്താവ് ബന്ധം എന്താണ്? പരസ്പരം ഒരു സ്നേഹവും ഐക്യമൊക്കെ വേണം, ഒരു മവദ്ദത്തും റഹ്മത്തൊക്കെ വേണം. റഹ്മത്തും മവദ്ദത്തും ഉണ്ടെങ്കിലാണ്. പടച്ചോൻ തന്നെ പറഞ്ഞതാണതേ. നിങ്ങളെ ഞാൻ പടച്ചു വിട്ടതിന് അള്ളാന്റെ ദൃഷ്ടാന്തത്തിൽ ഒന്നതാണ്. ഒമിൻ ആയാത്തിയാൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ. ലോകരക്ഷിതാവായ റബ്ബ് ഒരാണിന്, അവൻ്റെ ആണിന് അള്ളാഹു ഒരു ഇണയെ പടച്ചു വിടുന്നത് ലിതസ്കുനിയിലേക്ക് എന്ന അവനൊരു മനഃശാന്തി, സന്തോഷവും സമാധാനവും കിട്ടാനാണ്. എന്നിട്ട് ഇവർക്ക് രണ്ടാർക്കും അള്ളാഹു കൊടുക്കണ മവദ്ദത്തും റഹ്മത്തും. ഇതിലൊക്കെ നമ്മളെ ആൾക്കാർ കുറേ പഠിക്കാണ്ട് മോളെ കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ വാക്കുകൊണ്ട് തീരുന്ന ഒരു സംഭവമല്ല. കാരണം ഈ മവദ്ദത്തും റഹ്മത്തും എന്ന് പറഞ്ഞാൽ അതിന് ആണും കുറച്ച് ഒതുങ്ങണം, പെണ്ണും കുറച്ച് ഒതുങ്ങണം. ആണിനും ഉണ്ടാകണം, പെണ്ണിനും ഉണ്ടാകേണ്ട സംഗതിയാണിത്. നമ്മളെ ഭർത്താക്കന്മാരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും ആ ഒരു മവദ്ദത്തും ആ ഒരു റഹ്മത്തും അള്ള തരുന്നതാണേ. അത് നമ്മൾ പൈസക്ക് വാങ്ങണ ഒന്നല്ല, അത് ആർക്കേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഭർത്താവിനെ അങ്ങോട്ട് സ്നേഹിക്കണം ഒരു സ്ത്രീക്കും, ഇങ്ങോട്ട് ഭാര്യനെ സ്നേഹിക്കുന്ന ഒരു പുരുഷനാണ് അള്ളാഹു ഇത് കൊടുക്കുന്നത്. പിന്നെ ഓരോ മനഃശാന്തി എന്താണ്? സ്വന്തം ഭാര്യയും ഭർത്താവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ വിവാഹം ചെയ്തവർക്കാണ് ഈ മനഃശാന്തി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ കുറെ കുട്ടികളെ വിവാഹം കഴിക്കാതെ നീ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ കുറെ ആൾക്കാർ നടക്കണ്ടല്ലോ. അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. വിവാഹം ആകുമ്പോൾ കുറെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ കുറെ ഉത്തരവാദിത്തങ്ങളാണ്. ലിവിങ് ടുഗദർ ആകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഈ കല്യാണം കഴിച്ച വീട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കല്യാണം കഴിച്ച് കൊണ്ടു ചെല്ലുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഭർത്താവിൻ്റെ വീട്ടിൽ ഉമ്മ വിചാരിക്കണം എന്താണെന്നറിയോ? ഞാനത് എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യമാണ്. ഉമ്മ വിചാരിക്കണം ആ കുട്ടി വന്നിട്ട് വേണം ആ വീട്ടിലത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ. എന്നെ ഒരാൾ വിളിച്ച്, പണ്ടൊരു പ്രസംഗത്തിൽ എന്നെ വിളിച്ച ഒരാൾ ചോദ്യം ചെയ്താണിത്. ഒരു സാധാരണക്കാരനൊന്നല്ല, നല്ലൊരു ഉയർന്ന ഒരാളാണ് വിളിച്ച് ചോദ്യം ചെയ്തത്. ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. നിങ്ങൾ ഈ പറയണ പോലെ ഈ പെൺകുട്ടികളെ 6-7 ദിവസം ഒന്ന് ആ കുട്ടിക്ക് നിങ്ങളുടെ വീടും അത് നിങ്ങളെ വീട്ടിലുള്ള ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഒന്ന് അറിയാൻ, ചായ വെച്ച് കൊടുക്കണമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് അറിയാൻ വരെ, ആ കുട്ടിക്ക് നിങ്ങളുടെ വീടൊന്ന് മനസ്സിലാക്കാൻ വരെ ഒരു 6 ദിവസം ആ കുട്ടിക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം കല്യാണം കഴിഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞതിന് അയാളിനോട് ചോദിച്ചതാണ്, ഇന്നത്തെ ആധുനിക യുഗത്തിൽ പെൺകുട്ടികൾ ലാപ്ടോപ്പുമായിട്ടാണ് വരുന്നത്. ഈ വയസ്സായ അമ്മയും ബാപ്പയും ആ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് ഈ ലാപ്ടോപ്പിൽ പണി എടുക്കണ, ഈ പണി ചെയ്തുകൊണ്ട് എടുക്കണ ഇവർക്ക് ഒരു ഗ്ലാസ് ചായ പോലും ഈ മാതാപിതാക്കൾ കിട്ടൂലല്ലോ, നിങ്ങളിങ്ങനെ വെറുതെ ഇരുത്തിയാലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മയും ബാപ്പി ഇന്നേ വരെ ഈ കുട്ടി വരുന്നത് വരെ ചായക്ക് കാത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഇന്നേ വരെ ഉണ്ടാക്കി കൊടുത്ത ആ ചായ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അവിടെ അല്ലേ? അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയ എന്താണെന്നറിയോ? മരുമകൾ എന്ന് പറഞ്ഞ മകൻ കെട്ടിക്കൊണ്ടുവരുന്ന കുട്ടി നമ്മളെ വീട്ടിലത്തെ വേലക്ക് വരിക എന്നാണ്. പാത്രം കഴുകാനും അടിച്ചാനും തുടക്കാനുള്ള ഒരാളായിട്ട് നമ്മൾ കാണുകയാണ്. അത് കാണുമ്പോൾ എന്തായാലും ഈ പെൺകുട്ടിൻ്റെ വീട്ടുകാർക്ക് അത് വല്ലാതെ സഹിക്കൂലല്ലോ. നല്ലപോലെ പഠിപ്പിച്ച കുട്ടികളാണ്, നല്ല ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായ ഫുൾ A+ കിട്ടാൻ വേണ്ടി ആ കുട്ടീൻ്റെ അമ്മയും ബാപ്പയും എത്ര കഷ്ടപ്പെട്ടെന്നറിയോ? അങ്ങനെ കിട്ടി പഠിച്ച ഒരു പെൺകുട്ടിനെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഈ പണിയറിയോ അത് ചെയ്യേ ഇത് ചെയ്യേ എന്ന് പറയണേ ഇതിനാണ് നമ്മൾ കെട്ടിച്ചു വിടുന്നത്? അല്ലല്ലോ, അവരൊരു കുടുംബമായിട്ട് ജീവിക്കാനല്ലേ. അപ്പം അതുകൊണ്ട് ഈ കെട്ടിക്കാനുള്ള പെൺകുട്ടികൾ ഇതൊക്കെ കാണുകയാണേ. പിന്നെ മാത്രമല്ല, ചില ഭർത്താക്കന്മാരനെ ഈ കെട്ടി വന്ന പെൺകുട്ടിനെ ഒന്നുകിലും ഉമ്മാൻ്റെ കാര്യം അല്ലെങ്കിൽ പെങ്ങൾ പറഞ്ഞ പ്രശ്നത്തിന് വേണ്ടി അടിയും തൊഴിയൊക്കെ നടക്കുമ്പോൾ ഏത് കുട്ടിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുക? അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് പെൺകുട്ടികൾ ഇപ്പോൾ പല ആളുകൾ വിവാഹം അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് പ്രായമായ ഉമ്മ ഉണ്ടോ ഇന്ന കല്യാണം വേണ്ട, കെട്ടിക്കാത്ത നാത്തുമാരുണ്ടോ ഇന്ന് വേണ്ട, അങ്ങനെ പറഞ്ഞ കുറെ കേസുകൾ നമുക്ക് ചുറ്റുണ്ട്. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥ അതിപ്പോ ഉള്ള അവസ്ഥയാണ്. ഒരു കുട്ടിയാണ് ഒരു മകനെ കൊണ്ടാണെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ സംഭവം എന്താന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ എന്താണെന്നറിയോ?
ഒരു മകനാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പുറത്തു വരാൻ ഒന്നും സ്വാതന്ത്ര്യമില്ല, ഒന്ന്. രണ്ടാമത് സ്വന്തം വീട്ടിൽ പോരാൻ ഈ ഒരു മകനാകുമ്പോൾ അമ്മയും വാപ്പിയും വയസ്സായതാണെങ്കിൽ അവരെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഇട്ട് വരിക? അതൊരു പ്രയാസം. മാത്രമല്ല ഈ വയസ്സായ അമ്മയും ബാപ്പാനി എന്നും ഞങ്ങൾ നോക്കി ഏറ്റെടുക്കണ്ടേ എന്നാണ്. അതൊരു വല്ലാത്ത കഷ്ടം നമ്മളെ കുട്ടികൾ പറയുന്നത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. കാരണം മാതാപിതാക്കളെ സംരക്ഷിച്ചാൽ സ്വർഗമുണ്ട് എന്നുള്ള പരിശുദ്ധ ഖുർആന്റെ വചനമൊന്നും നമ്മൾ കുട്ടികൾ പഠിപ്പിക്കണില്ലല്ലോ. നമ്മൾ കുട്ടികൾ പഠിപ്പിക്കുന്നത് MBBS, BTech ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളായ പഠിപ്പിക്കണുള്ളൂ. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ വിഷയത്തിലാണല്ലോ നമ്മൾ കുട്ടികൾക്ക് പാണ്ഡിത്യം കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞ ദീനിപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ പാണ്ഡിത്യം കൊടുക്കണില്ല, പഠിപ്പിക്കണില്ല. അപ്പം പിന്നെ കുട്ടികൾ ഇങ്ങനെ തന്നെയല്ലേ പറയുക. അപ്പോൾ നിങ്ങൾ സാധാരണ ടീച്ചർ നിങ്ങൾ പറഞ്ഞ അതേ രൂപത്തിലാണ് കുട്ടികൾ പറയാ വിവാഹം വേണ്ട. പിന്നെ അവരുടെ ഭർത്താവിന്റെ ഭരണം കുട്ടികൾക്ക് വല്ലാതെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക്. കാരണം കുട്ടി ചോദിക്കണത് ഞാനും അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും മകളും അയാളെടുത്ത MBBS തന്നെയല്ലേ ഞാനും എടുത്തിട്ടുള്ളതെന്നാണ്. പിന്നെ എന്തുകൊണ്ട് എന്നെ ജോലിക്ക് വിടുന്നില്ല എന്നൊരു ചോദ്യം കൂടി അവർക്കുണ്ട്, കുട്ടികൾക്കുണ്ട്. പിന്നെ അത് കുട്ടികളെന്ന് ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. പഠിച്ച അറിവിനനുസരിച്ച് ജോലിക്ക് പോകാൻ പോലും ഞങ്ങളെ സമ്മതിക്കൂല. അപ്പം എന്തിനാ കല്യാണം? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കണത് എന്തിനാണ്? നമ്മളൊരു ജീവിതം ഒന്ന് നന്നാവാനല്ലേ. അപ്പോൾ ഈ ജോലിക്ക് പോകാനും ഈ കല്യാണം കഴിഞ്ഞാൽ സമ്മതിക്കണില്ല. ഇനി പഠനം മുഴുവനാകാതെ ഞങ്ങൾ ചെന്നിട്ടുള്ളതെങ്കിലോ കല്യാണം കഴിക്കുമ്പോൾ ഭർത്തൃ വീട്ടുകാർ എന്ത് പറയും? എത്ര വേണമെങ്കിലും ഞങ്ങൾ പഠിപ്പിക്കുക, എവിടെ വേണമെങ്കിലും ഞങ്ങൾ വിടുക എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് വരൻ്റെ ഉമ്മയാണ് അത് പറയാന്ന് അവർ കുട്ടികൾ പറയണത്. അങ്ങനെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെന്നാൽ അപ്പം പിന്നെ അവർ പറയണത് എന്താണെന്നറിയോ? ഇവിടെ കഴിയാൻ മാത്രമല്ല ദശമ്പളം വാങ്ങണ ജോലി അവൻ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ അവന് നല്ല വരുമാനമുണ്ട്. നീ പണിക്ക് പോയിട്ടൊന്നും വേണ്ട, നാടൻ ശൈലിയിലാണ് പറയാം, നീ പണിക്ക് പോയിട്ടൊന്നും വേണ്ട ഇവിടെ ചെലവിന്. ഇത്രയും പഠിച്ചു വെച്ച ഒന്നുകിൽ ഫൈനൽ ഇയറിൽ എത്തിയ കുട്ടി, അതല്ലെങ്കിൽ MBBS ഔസർജൻ നടക്കാൻ മാത്രം ബാക്കിയുള്ള സമയത്ത്, അതല്ലെങ്കിൽ BTechന്റെ ഏതെങ്കിലും ഒരു സെം എഴുതാനുള്ള കുട്ടി, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പെൺകുട്ടി കല്യാണത്തിന് സമ്മതിക്കുമോ ടീച്ചറെ? ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ കെട്ടുമ്പോൾ നല്ല വാക്ക് പറയും, കെട്ടിക്കഴിഞ്ഞാൽ ആ വാക്ക് പറയണില്ല. പിന്നെ വീട്ടിലുള്ള ജോലി മുഴുവനും ഈ വന്ന കുട്ടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. കാരണം അതും ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയല്ലേ, അതൊരു മനുഷ്യക്കുട്ടിയല്ലേ. ഞാൻ സകല പ്രസംഗത്തിൽ കുട്ടിയോട് ആൾക്കാരോട് പറയുന്നത് അറിയോ? ഈ കെട്ടി വരുന്ന കുട്ടി നിങ്ങൾ വളർത്തിണ്ടാക്കിയ കുട്ടിനെ പോലെ വളർത്തി, ഇത് നിങ്ങളത് ആൺകുട്ടിയാണ്, കെട്ടി വരുന്ന പെൺകുട്ടി പെണ്ണാണ് എന്ന് മാത്രം. ഇതിനെ രണ്ടിനെയും ഓരോ ഉമ്മ പ്രസവിച്ചുങ്ങാണ്ട് വളർത്തിയതാണ്. അപ്പോൾ ഇതിനുള്ള മൂല്യം ഇതിനുണ്ടാകണം. ഇത് നിങ്ങളെ വേലക്കാരി അല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നമ്മൾ സർവ്വ അമ്മമാരോടും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഉമ്മമാർക്ക് ആ ഒരു ബോധം എല്ലാ ഉമ്മമാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ലിവിങ് ടുഗദറിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പീഡനത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു വെച്ച സമയത്ത് ഈ ലിവിങ് ടുഗദറിലേക്ക് പോകുമ്പോൾ നമ്മളെ പെൺകുട്ടികൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞത് വിവാഹത്തിനേക്കാൾ ഇരട്ടിയാണ് ഈ ലിവിങ് ടുഗദറിലൊക്കെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്. കാരണം വിവാഹമാകുമ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കരാറാണ്, അത് നിയമപരമായിട്ട് എന്താണ് കരാറായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അവരവരെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ വലിച്ചെറിയാണ്. അപ്പോൾ നമ്മൾ സർവേ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിവാഹത്തിൽ പീഡനം അനുഭവിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് ഈ ലിവിങ് ടുഗദറിൽ. അപ്പോൾ അത് തീരെ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അതിന് പിന്നാലെ പോവുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടത് എന്താണ് വിവാഹം എന്നും എന്തിനാണ് വിവാഹം എന്നുള്ളതാണ് ശരിക്കും നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ആ വിവാഹത്തിൻ്റെ സൗന്ദര്യം എന്താണ്? പടച്ചോൻ മീസാക്കൻ ആലിയുള്ള ശക്തമായ കരാറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പൂരകങ്ങളെ പോലെ ജീവിക്കാനാണ് പടച്ചോൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യ സ്നേഹം വീടുകളിൽ നിന്ന് ഉമ്മമാരെ മാതൃക കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും മാതാപിതാക്കൾ തന്നെയാണ് അതിൻ്റെ മാതൃക. കാരണം അവരെ ജീവിതം കണ്ടിട്ടാണല്ലോ മക്കളും ജീവിക്കാൻ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും വീടുകളിൽ നിന്ന് അതിൻ്റെ മാതൃക ഉണ്ടാവണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കണം കുട്ടികൾ കേട്ടോ. ഖുർആനും ഹദീസും കുട്ടികളെ പഠിപ്പിക്കാതെ നമ്മൾ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല. ഖുർആൻ പറഞ്ഞല്ലോ വാക്കുബല ബാളും അല ബാളിന് എത്തസാലൂൻ, പിന്നെ വാക്കുബല ബാളും തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തൂറിൽ ഒരു ആയത്തുണ്ട്. ഒരു സ്വർഗത്തിലായ ആൾക്കാർ പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിനക്ക് സ്വർഗം കിട്ടിയത്, എങ്ങനെയത് കിട്ടിയത് എന്നൊക്കെ. നമ്മളുണ്ടല്ലോ വലിയ റിസൾട്ട് കിട്ടിയാലേ നമ്മൾ ചോദിച്ചോലെ എങ്ങനെ കിട്ടിയത് എന്നുള്ളത്. അതേപോലെ സ്വർഗവാസികൾ സംസാരിക്കുന്നതാണ്. അവർ പറയുന്ന വാക്കുണ്ട്, ഇന്നാ കുന്നാ കബുലു ഫി അഹ്ലിനാ മുഷ്ഫിഖീൻ, തീർച്ചയായും ഞങ്ങൾ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളെ കുടുംബത്തിൽ നല്ല സൂക്ഷ്മത പാലിച്ച് കുടുംബം നല്ല പോലെ സംരക്ഷിച്ചതാണ്.
ഭർത്താവിനെ ഭർത്താവായി കണ്ടിട്ടും ഭർത്താവിൻ്റെ ഉമ്മാനെ നല്ല എൻ്റെ ഉമ്മയെ ഒരു സ്വന്തം ഉമ്മ പോലെ കണ്ടിട്ടും ഭർത്താവിൻ്റെ വാപ്പാനെയും അതേപോലെ സ്വന്തം വാപ്പയായി കണ്ടിട്ടും ജ്യേഷ്ഠന അനുജന്മാരുണ്ടാവുക വീട്ടിൽ, പെങ്ങന്മാരുണ്ടാവുക വീട്ടിൽ, അവർക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് ഖുർആൻ പറയുന്ന വാക്കാണത്. അപ്പോൾ ഈ വിവരം കുട്ടിയൊക്കെ അറിയണില്ല. കുട്ടിയൊക്കെ നമ്മളെ മാതാപിതാക്കൾ A+ വാങ്ങണമെന്ന് മാത്രമേ പഠിപ്പിക്കണുള്ളൂ. സത്യം ഈ പറയണത് കുട്ടികൾ ഭൗതികപരമായ വിജ്ഞാനത്തിൽ അതിൽ A+ വേണം. അതിന് എന്ത് ത്യാഗം സഹിക്കാൻ നമ്മളെ മാതാപിതാക്കൾ തയ്യാറാണ്. അതിന് എത്ര പണമാണ് വിദേശത്ത് നമ്മളെ മാതാപിതാക്കൾ അയക്കണമെന്ന് അറിയാം. ഒരു രക്ഷിതാവ് അയക്കണ പണം എത്രമാത്രം അതെ. കുട്ടിയൊരു A+ വാങ്ങിയാൽ ഇത്ര ഇന്ന പൈസ, ഇന്ന മാല, ഇത്ര സ്വർണം, ഇതൊക്കെ രക്ഷിതാക്കൾ ഇവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. എന്തിനാ അറിയാം കുട്ടിയൊന്ന് A+ കിട്ടാൻ. അത് ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇഹപര വിജയമാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ചാലുള്ളത്. ഈ കുട്ടിക്ക് അറിയണില്ല നാളെ മാഴ്ചറയിൽ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അയ്യും അമ്രത്തിൻ മാത്തത്ത് വസൗജുഹ റാളിൻ അന്ന ദഖലത്തിൽ ജന്ന. ഏതൊരു സ്ത്രീയാട്ടെ ഒരു ഭർത്താവിൻ്റെ പൊരുത്തവും തൃപ്തി കിട്ടിക്കൊണ്ട് മരിക്കുകയാണെങ്കിൽ അവൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. നാളെ പരലോകത്തൊരു ജീവിതം ഉണ്ട് നമ്മളെ കുട്ടിയൊക്കെ അറിയണില്ല. ഇഹലോകത്ത് ഈ അടിച്ചു പൊളിച്ച ജീവിതമാണ് അവർ കാണുന്ന ജീവിതം. ഇതല്ല ജീവിതം. ഇത് നമുക്കൊരു റെസ്റ്റ് ഹൗസാണ്. ഇഹലോകം എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമ സ്ഥലമാണിത്. ഇതിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് മക്കളെ നമ്മൾ മദ്രസ ചേർത്ത് ഏതാനും ഒരു 4-5 ക്ലാസ് വരെ മദ്രസ വിടുള്ളൂ. പിന്നെ കുട്ടികളെ 6ാം ക്ലാസ് കുട്ടികൾക്ക് ട്യൂഷനാണ്. 5ാം ക്ലാസ് ട്യൂഷൻ, 6ാം ക്ലാസ് ട്യൂഷൻ, 10, +2 ഒക്കെ ട്യൂഷൻ. പിന്നെ കുട്ടി മദ്രസയിൽ പഠിച്ച ആ ഇസ്ലാമിക വിജ്ഞാനമല്ലാതെ യാതൊരു ഇസ്ലാമിക വിജ്ഞാനം നമ്മൾ പെൺകുട്ടിയെ കിട്ടില്ല. അപ്പോൾ അവരവരുടെ കൂടെയുള്ള കുറേ ആൾക്കാർ ലിവിങ് ടുഗദറിന് പോകുന്നുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ മുസ്ലിമായ പെൺകുട്ടികളും അങ്ങനെ പോവുകയാണ്. ഇതിനെ തെറ്റും ശരി അവർ മനസ്സിലാക്കണില്ല. എന്താ അപ്പം അതിൽ തെറ്റി എന്നാണ്. കുറേ കുട്ടികൾ ചോദിക്കുമല്ലോ, എന്താ പ്രേമ വിവാഹത്തിന് തെറ്റെന്ന് ചോദിക്കൂലേ? കുറേ ആൾക്കാരെ ചോദിക്കണ്ടല്ലോ. അതുപോലെ തന്നെ കുട്ടികൾ ഇപ്പോൾ മറ്റുള്ള ചോദ്യങ്ങളും ചോദിക്കണത്. കാരണം അവർ കണ്ടെത്തുന്നത് ഓരോ ഈ ലോകത്ത് അടിച്ചു പൊളിക്കുക. കുട്ടികൾ പറയുന്നുണ്ട് ഒരു ജീവിതമുള്ളൂ, ആ ജീവിതം അടിച്ചു പൊളിക്കണം. ഇങ്ങനെ ശേഷം ഒരു ജീവിതം ഉള്ളതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവിടെ ഒരു വിചാരണ ഉണ്ടാവുന്നോ അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ ശാശ്വതമായ ജീവിതം എന്നൊന്നും ഇല്ല. മാത്രമല്ല കുട്ടികളെ നമ്മൾ ആണും പെണ്ണായിട്ട് അള്ള പടച്ചു വിട്ടത് എന്തിനാ? അള്ളാഹു പടച്ചു വിട്ട ആണും പെണ്ണും ഈ വിവാഹം എന്നത് എന്താണ്? ഈ ലോകത്ത് നമ്മുടെ സമുദായം, ലോകത്ത് ജനങ്ങൾ, സമൂഹം വളരണം. ഒരാണും പെണ്ണും വിവാഹം ചെയ്ത് ജീവിച്ചെങ്കിലല്ലേ ഉള്ളൂ ഒരു തലമുറക്ക് ശേഷം മറ്റൊരു തലമുറ ഉണ്ടാകുക. അത് ഈ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണില്ലല്ലോ. ഇത് കുട്ടികൾ പഠിക്കണമില്ലല്ലോ. കാരണം അള്ളാഹു ഈ ഭൂമിയിലേക്ക് ലൈസ ദക്കറു കൽ ഉൻസ എന്നാണ്. ഒരാണും ഒരു പെണ്ണിനെ പോലെയല്ല, പെണ്ണിനെ പോലെയല്ല ആണെന്നാണ്. നമ്മളെ കുട്ടികൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മനസ്സിലാക്കി പുരുഷനെ പോലെ ഒരു പാൻറ്റും ഒരു ഷർട്ടും ഇട്ടാൽ ആ പുരുഷനെ പോലല്ല, മുഴുവൻ ധൈര്യം അവർക്ക് വന്നു എന്നാണ്. നേരെ നമ്മളൊരു പാമ്പ് കടിക്കാൻ വന്നാലും ഒരു പുരുഷനാണെങ്കിൽ ആ പാമ്പിനെ ഒരു വഴിത്ത് അടിച്ചു കൊല്ലും. ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്താ ഇട്ടുക? അതവിടുന്ന് ഓടും, ആ വാവിട്ടുകൊണ്ട് ഓടുക ചെയ്യുക. ഒരു നിസ്സാര കാര്യം. എന്നാൽ നിങ്ങൾ പറയും, ടീച്ചർ പറയുന്നത് എന്താ പെണ്ണുങ്ങൾ പാമ്പിനൊക്കെ തല്ലിച്ചു കൊല്ലല്ലേ? ഉണ്ട്, ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത്രയും നിസ്സാര ഉദാഹരണം പറഞ്ഞതാണ്. അതിന് പോലും ഒരു പെൺകുട്ടിക്ക് ധൈര്യം ഉണ്ടാവില്ല. പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് ധൈര്യം വരില്ല. അത് ഇന്നത്തെ ഒരു ഫാഷനായിട്ട് ആണിനെ തുല്യമാക്കുകയാണ്. പക്ഷേ അള്ള പറഞ്ഞത് ആണും പെണ്ണും തുല്യമല്ല എന്നാണ്. മനുഷ്യൻ്റെ ശരീരപ്രകൃതി തന്നെ വ്യത്യാസമാണല്ലോ, എത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ പുരുഷന് അവനെ ജനിപ്പിച്ചത് അള്ളാഹു ആ പുരുഷ രൂപത്തിലാണ്. സ്ത്രീക്ക് അങ്ങനത്തെ രൂപങ്ങളല്ല, പുരുഷന്റെ രൂപമല്ലല്ലോ സ്ത്രീക്കുള്ളത്. പ്രകൃതി തന്നെ ഒരുപാട് വ്യത്യാസമാണ്. അവളെ ഗർഭം ചുമന്ന് കുട്ടികളെ പ്രസവിക്കേണ്ടുന്ന ആ ഘടനയിലാണ് അള്ള പഠിച്ചത്. ഒരു പുരുഷനും ഗർഭാശയം കൊടുത്തിട്ടില്ല. മറിച്ച് സ്ത്രീക്കാണ് ഗർഭാശയവും പാലൂട്ടാനുള്ള അവയവങ്ങളൊക്കെ അള്ള കൊടുത്തത്, പുരുഷനെ കൊടുത്തില്ലല്ലോ. ഇതെന്താ നമ്മളെ കുട്ടികളെ മനസ്സിലാക്കാത്തു എന്നാ എൻ്റെ ചോദ്യം. ഇതെന്തുകൊണ്ട് ഈ കുട്ടികൾ ഇത് മനസ്സിലാക്കണം? ഉത്തരം ഇതന്നെ. അവരെ ദീനിയായിട്ടല്ല പഠിപ്പിക്കണത്. നമ്മളവരെ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റതും അല്ലെങ്കിൽ മറ്റുള്ള ഈ ലോകത്ത് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രീയ വിജ്ഞാനം വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്, ഭൗതിക വിജ്ഞാനം വേണ്ട എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല, ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. ഭൗതിക വിജ്ഞാനത്തോടൊപ്പം തന്നെ നമ്മളെ മക്കളെ നിർബന്ധമായിട്ടും പാരത്രിക വിജ്ഞാനം പഠിച്ചെങ്കിലേ കുട്ടികൾ ഇനി കെട്ട് വേണ്ട എന്ന് പറയാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ ഈ കാലം വരെ ഈ കാലാവസാനം വരെ എന്താ പറയുക, വിവാഹം വേണ്ട എന്ന് തന്നെയാണ് പറയുക. അപ്പം അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞതാണ് വിവാഹത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ജോലിക്കും അതേപോലെ പഠനത്തിനുമാണ്. അതൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, വിവാഹം വേണ്ട എന്നുള്ളത്. അപ്പോൾ ശരിക്കും അതൊരു ഇതുള്ള കാര്യമില്ലല്ലോ. അള്ളാഹുവേ, കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുന്നത് ഇസ്ലാം പഠനത്തിനും വിദ്യാഭ്യാസത്തിനും നല്ലപോലെ
സ്ഥാനം കൊടുത്താണ്. ജോലി ചെയ്യാനും എത്ര സഹാബി വനിതകളാണ് ജോലി ചെയ്തവര്. പ്രവാചകന്റെ കാലഘട്ടത്തില് ഫരീദാന്നോ എന്താണ് ആദ്യത്തെ നഴ്സ് പ്രവാചകന്റെ കാലഘട്ടത്തില്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിന്റെ ഒരു സൈഡിൽ ഒരു ഷെഡ് കെട്ടിയിട്ടാണ് യുദ്ധത്തിൽ നിന്ന് മുറിവേറ്റ് വന്നിരുന്നവരെ ചികിത്സിക്കാൻ ഈ ലോക ദുനിയാവിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി നഴ്സാത് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിക്ക് വേണ്ടുന്ന എല്ലാ മുറിവേറ്റ് വരുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ആ നേഴ്സായ പെൺകുട്ടിക്ക് വേണ്ടുന്ന എല്ലാ പരിചരണവും എല്ലാ സജ്ജീകരണവും ഒരുക്കി കൊടുക്കുക ചെയ്തത്. ഇസ്ലാമിൽ പഠനത്തിന് വലിയ പ്രാധാന്യമാണ്. ഖുർആൻ ഇറങ്ങിയതിനെ ഇക്ര എന്നാണ്. അത് ആണിനോട് മാത്രമല്ല, എല്ലാ പെണ്ണിനോടും എല്ലാ ആണുങ്ങളോടും പഠിക്കാൻ തന്നെ ഖുർആൻ പറയുന്നത്. നമ്മളെ പഠനം നിൽക്കാനായിട്ടില്ല, നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലും നമ്മൾ പഠിക്കണം എന്നാണ്. അവസാനം വരെ ചെയ്യേണ്ടുന്ന കർമ്മം നമ്മൾ പഠിക്കലാണ്. ഇന്ന് പഠിച്ചതല്ല നമ്മൾ നാളെ കാണുന്ന ലോകത്ത്, ആ ലോകത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുകയും അതേപോലെ തന്നെ ജോലി ചെയ്യുകയും ചെയ്യണം. പെണ്ണിനാണ് ജോലി കിട്ടിയ ലാഭം ടീച്ചറെ. കാരണം എന്താ പറയുക, പെണ്ണിൻ്റെ ശമ്പളം പുരുഷനില്ല. കാരണം പെണ്ണിന് പെൺകുട്ടിനെയും അവനുണ്ടാവുന്ന മക്കളെയും പോറ്റേണ്ടുന്ന ബാധ്യത പുരുഷനാണല്ലോ. ഇസ്ലാമിൽ വിവാഹം ചെയ്തതോടുകൂടെ വിവാഹം ചെയ്താൽ ആ ഭർത്താവിനാണ് ഭാര്യനെയും മക്കളെയും പോറ്റേണ്ട ബാധ്യത. ഇവൾക്ക് കിട്ടുന്ന പണം അവന് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അവൾക്ക് ചോദിക്കാനും കൂടി അവകാശമല്ല. മാത്രമല്ല അവൾക്ക് കിട്ടുന്ന പൈസകളോ ഉമ്മാക്കോ വാപ്പാക്കോ ഒക്കെ കൊടുക്കാം അവൾക്ക്. മാത്രമേ അവൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ ഭർത്താവിന് കൊടുക്കാൻ വെച്ചാൽ അതേറെ പുണ്യകരാണ്. പക്ഷെ പുരുഷന്മാർക്ക് നിർബന്ധമാണ്. പുരുഷന്മാർക്കാണെങ്കിലോ ഈ ഭാര്യക്കും കുട്ടിയേക്കും ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. റിജാലു എന്താ ഖവ്വാമൂന അലൻ നിസാ എന്നാണ്. സ്ത്രീക്ക് എപ്പോഴും പുരുഷൻ എപ്പോഴും സ്ത്രീയുടെ മേല് ഒരു സ്ഥാനം അല്ലാഹു കൊടുത്തതാണത്. കാരണം അവൻ അധ്വാനിച്ചാണ് മക്കളെ പോലെ. എന്നാൽ ഇവൾ അധ്വാനിക്കണ്ടെന്ന് ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. ഇവൾക്ക് അധ്വാനിച്ച് ജോലി ചെയ്ത് അവൾക്ക് ഒന്നുകിൽ ഭർത്താവിനെ സഹായിക്കാം, അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മാക്കോ അല്ലെങ്കിൽ വാപ്പാക്കോ എന്തെങ്കിലും അവർക്ക് സഹായിക്കാൻ അവൾക്ക് മനസ്സുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം, അതൊന്നും പ്രശ്നമല്ല. പിന്നെ നമ്മളെ കുട്ടികൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താ അറിയോ, മാതാപിതാക്കളെ സംരക്ഷിച്ചാൽ സ്വർഗം കിട്ടുന്നേ നേരത്തെ പറഞ്ഞല്ലോ. അത് കുട്ടികൾ മനസ്സിലാക്കില്ല. അതാണ് ഈ കല്യാണം കഴിച്ചോടത്ത് ഒരു മകനാണോ ഉമ്മാനെയും ബാപ്പാനെയും വയസ്സായ നോക്കേണ്ടി വരുമോ എന്നതാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് നിർബന്ധം പഠിപ്പിച്ചതാണത്. അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിച്ച് രണ്ടാമത്തെ കൽപ്പന മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നാണ്. അതാണ് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, ഒരു പുരുഷനോടിൻ്റെ ബാധ്യത പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരു പുരുഷനോട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആ 3 അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞില്ല. ഒന്ന് സൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ദീനിഹി എന്നാണ്. ഭർത്താവിനെ സഹായിക്കാൻ പറ്റുന്ന ദീനിയായ ഒരു ഭാര്യ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ്. അള്ളാഹു കൊടുത്ത നിയമത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ആ നിയമത്ത് എന്താണ്, ഇവൻ്റെ ദീന് പറഞ്ഞ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പണമുണ്ടാക്കാനും ജോലിക്ക് പോകാനും ഒക്കെ അവനാ കഴിയുക. പക്ഷേ ആ മാതാവിനെ പിതാവിനെയൊക്കെ ഒരു നേരം മൂത്രമൊഴിപ്പിക്കാനും അവരൊന്ന് കുളിപ്പിക്കാനും അവരൊന്ന് കഴുകിക്കൊടുക്കാനും അവർക്കൊന്ന് ഭക്ഷണം കൊടുക്കാനും ആ പുണ്യം ചെയ്യാൻ ആർക്കാ കഴിയുക? ഭർത്താവ് അവൻ്റെ ഭാര്യ ഉമ്മാവും ബാപ്പാൻ്റെയും മകൻ്റെ ഭാര്യക്കല്ലേ. അവൾക്ക് അതേപോലെ ചെയ്യുന്ന ആ കർമ്മം കൊണ്ട് ഇവൻ്റെയും കൂടി ബാധ്യത തീരുകയാണല്ലോ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ഭാര്യനെയും ഉമ്മനെയും ഭർത്താവിൻ്റെ ഉപ്പനെയും ഉമ്മനെയും ഭാര്യ സ്വന്തം ഉമ്മയും ബാപ്പയെ കാണണമെന്നും ഭാര്യൻ്റെ ഉമ്മനെയും ബാപ്പനെയും ഈ ഭർത്താവും സ്വന്തം ഭാര്യയും ഉമ്മയും ബാപ്പയും കാണണം എന്നതാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിനെ കെട്ടിക്കൊണ്ടുപോയി, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ കെട്ടിവന്ന മരുമകനല്ലാതെ ആരും ആ മാതാപിതാക്കളെ സംരക്ഷിക്കാനില്ല. തീർച്ചയായിട്ടും അവൻ അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അത്ര വലിയ പുണ്യമേതാ? അതാണ്. അപ്പോൾ അത് സ്വർഗം കിട്ടാനുള്ള ഒരു അമലാണ് അതും കൂടിയും. അപ്പം ഇത് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. വിവാഹം എന്നതിലൂടെ ശരിക്കും പറഞ്ഞ ടീച്ചറെ, വിവാഹത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ സമാധാനത്തിൽ കടന്നുറങ്ങുക? ഇപ്പൊ ലിവിങ് ടുഗദർ ആകട്ടെ, ഇനി അല്ലാത്ത ടുഗദറുകളാകട്ടെ, എങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്തൃ ജീവിതം, അതായത് ഒരു ആണും പെണ്ണും ഒരു ലൈംഗിക ജീവിതം തന്നെ മലയാളം പറയട്ടെ, എങ്ങനെയാണ് സമാധാനത്തിൽ അവർ കഴിയുക? സാറ്റിസ്ഫാക്ഷൻ എന്തായാലും ഉണ്ടാവും. സാറ്റിസ്ഫാക്ഷൻ വേണ്ട, അവരങ്ങനെ കഴിയുന്നത് ഓർത്താണ്ട് കാണുന്നുണ്ടോ എന്നുള്ള ബേജാറ് എങ്ങനെ വലിയ ലിവിങ് ടുഗദർ ആയാലും പോലെ മനസ്സിലുണ്ടാവും. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കപ്പെട്ട സ്വന്തം വാപ്പ എൻ്റെ മകൾ എത്ര മഹറിന് ഞാൻ നിനക്ക് അല്ലെങ്കിൽ ഒരു സ്വർണ്ണാഭരണം അല്ലെങ്കിൽ മുസാഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുസല്ല മഹർ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നു എന്ന് ഞാൻ സ്വീകരിച്ചു എന്നും ഞാൻ തൃപ്തിപ്പെട്ടു എന്നും പറയണ അതാണ് യഥാർത്ഥ മീസാക്കൻ വലിയത. ആ കരാറിലൂടെ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന
സന്തോഷം, അതിലൊരു ആവേശം, ആ വീട്ടുകാർക്കും കൂട്ടർക്കും സന്തോഷത്തോടെ അവർക്ക് രണ്ടാൾക്കും എവിടെയും പോകാം, എവിടെയും സംസാരിക്കാം. മറ്റുള്ളവർക്ക് അങ്ങനെ കഴിയില്ല ടീച്ചറെ. അപ്പൊ നമ്മള് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിവാഹ ജീവിതത്തിന്. വിവാഹ ജീവിതത്തിന് പ്രാധാന്യം, കാരണം കുട്ടികൾക്ക് വിവാഹ ജീവിതത്തിന് പ്രാധാന്യം ഇല്ലാത്തത് അവർ പാരത്രികമായ ജീവിതത്തിൽ ഒരു പുണ്യം ഇതുകൊണ്ടുണ്ട് എന്നവർ മനസ്സിലാക്കണില്ല. വിവാഹ ജീവിതം കൊണ്ട് പരലോകത്ത് പുണ്യമുണ്ടെന്നും പരലോകത്ത് സ്വർഗം കിട്ടുന്നു ഇന്നേ വരെ മക്കൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർ ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് നേടുന്നത് എന്ന്. പാരത്രികത്തെ പറ്റി നമ്മൾ ഒരു കുട്ടിനെയും പഠിപ്പിക്കണില്ലല്ലോ. കുട്ടികളെ കുറ്റമല്ലതേ, മാതാപിതാക്കളുടെ സമൂഹത്തിൻ്റെയും കുറ്റമാണത്. കാരണം മക്കൾക്ക് പഠിക്കാനുള്ളൊരു മേഖല പിന്നെ ഉണ്ടാക്കണില്ലല്ലേ നമ്മൾ. ഇപ്പോൾ നമ്മൾ ലേണിംഗ് ക്ലാസ് വെച്ചു എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം അതാണല്ലോ. ഈ ലേണിംഗ് ക്ലാസ്സിൽ ആരാ വരുന്നത്? 99 വയസ്സ് മുതൽ 60ൻ്റെയും 99ൻ്റെയും ഇടയിലുള്ള ആൾക്കാരല്ലാതെ ഏതെങ്കിലും ഒരു ക്ലാസ്സിന് വരുന്നുണ്ട് ടീച്ചറെ? ഒരു 18 വയസ്സായ കുട്ടിയോ, ഒരു 16 വയസ്സായ കുട്ടിയോ, ഒരു 20 വയസ്സായ ഒരു കുട്ടിയോ, 25 നോക്കിയാൽ 40 വയസ്സ് കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ക്ലാസ്സിൽ വരില്ല. കാരണം അവർക്ക് പഠിക്കാണ്ടെന്നാണ് പറയാം, അല്ലെങ്കിൽ അവർക്ക് എക്സാമാണെന്നാണ് പറയാം. പിന്നെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടുന്നു? അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് വിവാഹത്തിനെ പറ്റിയുള്ള ബോധം ഉള്ളിലുണ്ടാകണം. ഇവർ കാണുന്നത് ഈ പത്രത്തിൽ പീഡനത്തിന് അവിടെ അങ്ങനെ തച്ചു കൊന്നു, ഇവിടെ അങ്ങനെ കയറുമ തൂക്കി, ഇങ്ങനെ ഫാനുമ തൂക്കി എന്നല്ലാത്തൊരു വാർത്തയും പെൺകുട്ടികൾക്ക് കേൾക്കണില്ലല്ലോ. പത്രദ്വാര കുട്ടികൾ കേൾക്കണത് എന്താണ്? ഇത്ര പവന് കിട്ടാത്തതിൻ്റെ പേരിൽ അവന് ബാത്റൂമിൽ കെട്ടിത്തൂക്കി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഫാനുമ തൂങ്ങി, ഇതല്ലേ വാർത്ത കേൾക്കണത്. അപ്പം ഇവർ വിചാരിക്കുകയാണ് എന്തായാലും ഇനി കല്യാണം വേണ്ട എന്ന്. അതാണ് ഇല്ലാത്ത കല്യാണത്തിന് കുട്ടികൾ സമ്മതിക്കാത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വിവാഹത്തിന് പെൺകുട്ടികളെ സമ്മതിക്കാത്തതിന്റെ മെയിൻ റീസൺ ആയിട്ട് നമ്മളെ വീടുകളിൽ നല്ല മാതൃക ഇല്ലാത്തതും അതേപോലെ ഫെമിനിസം പോലെയുള്ള കുടുംബരഹിത വാദങ്ങളൊക്കെയാണ്. അത് കൂടെ ഒന്നുകൂടെ ചേർത്ത് വെക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫെമിനിസം പോലെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ജോലിയാണ് എല്ലാത്തിനേക്കാളും പ്രധാനം, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതന്നെ പറയുന്നതേ, കല്യാണം കഴിച്ച കുട്ടികൾ എന്ത് പറയും? ഞങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്നാണ്, ജോലി കിട്ടിയിട്ടെന്നാണ്. ഇതൊരു വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരം അത് മുന്നോട്ട് വെക്കുമ്പോൾ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിലൂടെ പടച്ചുന്ന പുരുഷന്റെ മേലെ ഉത്തരവാദിത്തമാണ് നമ്മൾ സ്ത്രീകളുടെ കാര്യം എന്നുള്ളത്. ഇപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് നമ്മൾ എത്ര ശ്രമിച്ചാലും അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ആണിന്റെ ഒപ്പം എത്താൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ള എല്ലാ സ്ത്രീകളുടെ മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട് ഇത്തരം ആശയങ്ങൾ. അപ്പൊ അത് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയണം. ചിലപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും, പഠിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്കും ഇതൊരു ബാധ്യതയാണ്. അപ്പോൾ പുരുഷന്മാർ പ്രസവത്തിൻ്റെ കാര്യത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലും സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഫിനാൻഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, പുരുഷന്മാരെയും ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു പുരുഷൻ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിലൂടെ ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിലൂടെ അവളെല്ലാ ഉത്തരവാദിത്തം എൻ്റെ ബാധ്യതയാണ്. നാളെ ഞാൻ പഠിച്ചവനോട് അതിന് ഉത്തരം പറയണം എന്നുള്ളത് ഓരോ പെൺകുട്ടികളും ഓരോ പുരുഷന്മാരും മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ ഒരു പെൺകുട്ടികളും മടി കാണിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഭർത്താവാണ്, അവൻ എന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും പാലൂട്ടാനൊക്കെ എന്നെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫിനാൻഷ്യലി അവനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പോവാം, അതിന് ഇസ്ലാം ഒരിക്കലും തടസ്സമല്ല, ഒരിക്കലും തടസ്സമല്ല. താല്പര്യമുള്ളവർക്ക് പോവാൻ, താല്പര്യമില്ലാത്തവർ പോവേണ്ട. അപ്പോൾ അവൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും വിവാഹം വേണ്ട എന്നതിന് വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും ഒരു തടസ്സമല്ല. പിന്നെ നമ്മൾ മക്കൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് നല്ലൊരു മാതൃക വീടകങ്ങളിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്.